ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജ്നീസ് കിച്ചൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബോംബെ ഡക്ക് ഫ്രൈ ആണ്. ഞാനിതിന് മുൻപായിട്ട് ബോംബെ ഡക്കിനെ കുറിച്ചും ബോംബെ ഡക്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരത് പോയി കാണുക. ആ വീഡിയോ കണ്ടിട്ട് രണ്ടുപേരും എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബോംബെ ഡക്കിൻ്റെ എന്തെങ്കിലും ഒരു റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിന് വളരെയധികം നന്ദി. എന്നാൽ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് ബോംബെ ഡക്ക് ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബോംബെ ഡക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ധാരാളം അടങ്ങിയ ഒരു ഫിഷാണ് ഈ ബോംബെ ഡക്ക്. മഹാരാഷ്ട്രൻസ് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അവർ ഈ ബോംബെ ഡക്കിനെ വൃത്തിയാക്കിയ ശേഷം ഇതിനൊരു വൃത്തിയുള്ള തുണിയിൽ നല്ലപോലെ കവർ ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെയിറ്റുള്ള കല്ലോ അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന അമ്മിക്കല്ലില്ലേ, അതിൻ്റെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ കല്ലോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ വെയിറ്റുള്ള സാധനം അതിൻ്റെ മേളിൽ വെക്കും. ആ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റാണ് ഈ ഫിഷിന്. അപ്പോൾ ഞാനിത് രണ്ട് രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഞാനിപ്പം 1 കിലോ ഫിഷാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി ഫിഷ് ഫ്രൈ ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യുക? മസാല എടുത്ത ശേഷം അതിൽ വെള്ളമോ നാരങ്ങ നീരോ എന്തെങ്കിലും ചേർത്ത് കുഴച്ചിട്ട് നമ്മൾ ഫിഷിൻ്റെ പുറത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടല്ലേ ഫ്രൈ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഫിഷിലോട്ട് തന്നെ ഡയറക്റ്റ് മസാലയൊക്കെ ഇട്ട ശേഷം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഫിഷിലോട്ട് തന്നെ ഇട്ടിട്ട് ഞാൻ മസാല കുഴച്ചെടുക്കാനാണ് പോകുന്നത്. കാരണം ഈ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ ഫിഷിൽ നല്ലപോലെ വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് തന്നെ മസാല ചേർത്ത് നമുക്കിതിനെ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അല്പം പോലും വെള്ളം ചേർക്കാതെ നമുക്ക് ഈ മസാല എല്ലാം ഈ ഫിഷിലോട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഫിഷിൽ നല്ല ഭംഗിയായിട്ട് മസാല എല്ലാം പുരട്ടിയെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കേണ്ട കാര്യമല്ല, നല്ല ഭംഗിയായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ ഇതിനെല്ലാം നല്ലപോലെ പുരണ്ട് വന്നോളും. നമുക്കിതിനെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഞാൻ 2 രീതിയിൽ ഇത് പൊരിക്കുന്ന കാണിച്ചു തരാമെന്ന്. ഇതിപ്പോൾ മസാല പുരട്ടിയ ശേഷം ഡയറക്റ്റ് തന്നെ പൊരിച്ചെടുക്കുന്നതാണ് ഞാൻ. വേറെ ഒരു രീതി വന്നിട്ട് നമ്മൾ ഈ മസാല പുരട്ടിയിരിക്കുന്ന ഇതിൽ തന്നെ ഈ ഫിഷിനെ നമുക്ക് റവയിലോ അരിപ്പൊടിയിലോ മുക്കിയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റവയാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ മസാല പുരട്ടിയിരിക്കുന്നതിനെ തന്നെ റവയിലോട്ട് ഇങ്ങനെ 2 ഭാഗവും നല്ലപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു വശം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ ബോംബെ ഡക്ക് ഫ്രൈ ആക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഇത് വേഗം പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ഫിഷാണ്. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ വീതിയുള്ള ഒരു സ്പൂൺ കൊണ്ട് സ്ലോലി വേണം ഇതിനെ മറിച്ചിടാനായിട്ട്. അല്ലെങ്കിൽ ഇത് എന്തായാലും ഇത് പൊടിഞ്ഞു പോകും. അത് മറിച്ചിടുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം മാത്രം ഇതിനെ മറിക്കാൻ ട്രൈ ചെയ്യാവുള്ളൂ. നമുക്കിതിനെ പതുക്കെ മറിച്ചിട്ട ശേഷം ഇതിന് മറുഭാഗവും കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫ്രൈ ചെയ്ത് നോക്കുക. അരിപ്പൊടിയിലോ റവയിലോ അല്ലാതെയോ അങ്ങനെയായാലും നിങ്ങൾക്കിത് ഫ്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.